ഗ്രേസിയുടെ പ്രസവ ദിവസം ഒന്നുമല്ലേ നിങ്ങൾ? അതെ, ഞാൻ പോകാൻ തുടങ്ങാണ്. നിന്റെ കുഞ്ഞെവിടെ? മരിച്ചുപോയി. അയ്യോ, കഷ്ടം. എല്ലാം ദൈവനിശ്ചയം. നമുക്ക് ഇപ്പോഴല്ലേ ദൈവം ഒരു കുഞ്ഞിനെ തന്നത്. എന്നിട്ട് നമ്മുടെ വിഷമം മാറിയോ? തള്ളയ്ക്ക് പാലില്ല, അതാ. അത് സാരമില്ല അമ്മച്ചി. ഈ കുഞ്ഞിനെങ്കിലും ജീവനോട് നമുക്ക് കിട്ടിയല്ലോ, അത് മതി. ഈ കുഞ്ഞിനെ ഒന്നെടുത്തോട്ടെ. എടുത്തോളൂ. ഇവിടെ ഇരുന്നോളൂ. കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് പോലെ മറ്റൊന്നും ഗുണം ചെയ്യില്ല. ആ, പാലുണ്ടാവുമായിരിക്കും. നിങ്ങളുടെ മുല ചുരുത്തിയല്ലോ. പാവം, അതിന്റെ കുഞ്ഞ് മരിച്ചുപോയി. കൊച്ചേ, നീ ഈ കുഞ്ഞിന് അല്പം പാല് കൊടുത്തു നോക്ക്. നിങ്ങൾ രണ്ടുപേരും ഒരു ദിവസം പ്രസവിച്ചതല്ലേ? കണ്ടോ, മുല കൊടുത്തപ്പോ അത് ആർത്തിയോടെ കുടിക്കുന്നത്. മുലപ്പാലിന് പകരം വേറെ ഒന്നുമില്ല. നിന്റെ പേരെന്താ കൊച്ചേ? രുക്മ. രുക്മയോ? ഏത് ജാതി? ബ്രാഹ്മണ സ്ത്രീയാണ്. ഏത് ജാതി ആയാലെന്താ, എല്ലാ മുലപ്പാലും ഒരുപോലെയാ. കുഞ്ഞിന് പാല് കൊടുക്കാനും അതിന്റെ കാര്യങ്ങൾ നോക്കാനും ഒരായെ കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ വരാം. വരാമോ? വരാം. എനിക്ക് ബന്ധുക്കൾ ആരുമില്ല. എന്റെ ഭർത്താവ് മരിച്ചുപോയി. എന്ത് ശമ്പളം വേണം? ഇഷ്ടമുള്ളത് തന്നാ മതി. ഇപ്പൊ തന്നെ ഞങ്ങളുടെ കൂടെ വരാമോ? വരാം. എന്റെ കുഞ്ഞിന്റെ ഭാഗ്യം. രുക്മേ, അകത്ത് വരൂ. ഓരാന്ധകാരത്തിനപ്പുറത്തുണ്ടൊരു ചാരുപ്രഭാത പ്രകാശപൂരം. ഭീകരസാഗര സീമയിലുണ്ടൊരു ശ്യാമാഭിരാമ വിശുദ്ധ തീരം. അള്ളാവും ഈശനും കൃഷ്ണനും ക്രിസ്തുവും എല്ലാം ആ ജ്യോതിസിൽ സന്ധിക്കുന്നു.
അകത്തു വരൂ. എനിക്ക് കഴിയില്ലെങ്കിലും എന്റെ കുഞ്ഞിന് മുലപ്പാല് പോലും കൊടുത്തു വളർത്താൻ ഒരമ്മയെ കർത്താവ് തന്നു. നേരാണ് മോളെ. രുക്മയുടെ വീട് എവിടെയാണ്? ഭർത്താവ് മരിച്ചതിൽ പിന്നെ ഞാനിവിടെ താമസിച്ചിരുന്നത് സ്കൂളിനടുത്ത് ജാനകി എന്നൊരു സ്ത്രീയുടെ വീട്ടിലാണ്. എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഇപ്പോൾ അവരേ ഉള്ളൂ. കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും ആയി നോക്കിക്കൊള്ളണം. അമ്മച്ചി കുഞ്ഞിന്റെ മാമോദിസ വരെ ഇവിടെ കാണും. എനിക്ക് എന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ പറ്റൂ? അവിടെ എന്റെ മൂത്ത മോനും കൊച്ചുങ്ങളും മാത്രമാണ്. ഇവിടെ ഗ്രേസി മാത്രമേ കാണൂ. ഇവളുടെ കെട്ടിയനാണെങ്കിൽ ബിസിനസ്സുകാരിയായിട്ട് ബോംബെയിലാണ് മിക്കവാറും. ആയ ഒരു വലിയ സഹായമായിരിക്കും. കുഞ്ഞിന്റെ കാര്യങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല അമ്മച്ചി. എനിക്കത് മതി. കുഞ്ഞിന്റെ അപ്പച്ചന് കമ്പി അടിച്ചിട്ടുണ്ട്. ഉടനെ വരും. വന്നാൽ മാമോദിസ കഴിഞ്ഞേ പോകൂ. അമ്മച്ചി, രുക്മിക്ക് ഒരു മുറി സൗകര്യപ്പെടുത്തി കൊടുക്കൂ. കൊച്ചമ്മേ, ദാ മുതലാളി വന്നു. ഇപ്പോ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. അമ്മച്ചി, കുഞ്ഞിനെ കൊണ്ടുവരാൻ പറയും. രുക്മേ, കുഞ്ഞിനെ എങ്ങോട്ട് കൊണ്ടുവരൂ? ആയെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഭാഗ്യത്തിന് കുഞ്ഞിനെ കാര്യമായി നോക്കാൻ ഒരാളെ കിട്ടി. ഒരാൺകുഞ്ഞായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. എനിക്ക് ഒരു കുഞ്ഞിനെ കിട്ടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കർത്താവ് കൽപ്പിക്കുന്നത് പോലെ. ആ, മോൾക്ക് എലിസബത്ത് എന്ന് പേരിടണം. എന്റെ അമ്മച്ചിയുടെ പേര്. എൽസി എന്ന് വിളിച്ചാ മതി. മോളെ ഇങ്ങ് തരുവായി. കുഞ്ഞിനെ പ്രസവിച്ചവളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം എന്നാണ് ആയുടെ അഭിപ്രായം, അല്ലേ? അതാണല്ലോ മുറ. കുഞ്ഞിന്റെ ആയയെ ഞാൻ പരിഗണിക്കണമല്ലോ, അല്ലേ? വാങ്ങിച്ചോളൂ രുക്മേ. വാങ്ങിക്കൂ. വാങ്ങിച്ചോളൂ ആയേ. മാമോദിസ ദിവസം ആയയ്ക്ക് കാര്യമായിട്ടൊരു സമ്മാനം ഞാൻ തരുന്നുണ്ട്. ഈ മാമോദിസ കഴിഞ്ഞ് പോകാൻ വേണ്ടിയാ ഞാൻ ഇത്രയും നാൾ താമസിച്ചത്. നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് പോണം. അപ്പൊ ഇനി എന്ന് വരും? അത് പറയാൻ പറ്റുമോ? മിക്കവാറും മറ്റന്നാൾ ഞാൻ ജപ്പാനിലേക്ക് പോകും. ഗ്രേസിയോട് വരാൻ പറയൂ. സമയമായി. നമുക്ക് പള്ളിയിലേക്ക് ഇറങ്ങരുതോ? ഓ, ഇറങ്ങാം. വേഗം കയറി. സമയമായി, വേഗം വാ. സമയമായി. നിങ്ങൾ മൂന്നുപേരും ബാക്കിൽ കയറിക്കോളൂ. ആയ വരുന്നില്ലെന്ന്.
ഇതിനെല്ലാം എന്തിനാണ്? ഇതിനെല്ലാം എന്തിനാണെന്നോ? ഇന്ന് ഉഗ്ര പാർട്ടിയല്ലേ?